ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞൊരിടകളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു നമ്മുടെ ഷാജി. ഒരുപാട് പേരതിനെ റിയാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു ചർച്ചയ്ക്കുള്ള കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ഷാജിദ നമുക്ക് തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം എല്ലാവരും ആ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ പുതിയ വിഷയങ്ങൾ തേടി പോവുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷാജി ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഷെറഫലിയെ പറ്റി. അതൊരു 13 സെക്കൻഡ് അത്രയുള്ളൊരു വീഡിയോ ആണ് ഷെറഫലിയുമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് ആ വീഡിയോ എടുത്ത് റിയാക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് എന്നിട്ട് തന്നെ നിങ്ങൾ പറയണം. ശരിയാ, ഷാജിദയ്ക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണവും വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇതുപോലെ കുറേ പേര് ഷാജിദ ഇങ്ങനെ വിധവയെന്നും അതുപോലെ തന്നെ കുറേ പേര് ഇൻസ്റ്റാ വഴിയും എല്ലാം ഷാജിദയെ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഷാജിദ ഇങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു നാടകം മാത്രമായിരുന്നു. അത് ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാനൊന്നും ചിന്തിക്കാതെ ചെയ്തതാണ്, പക്ഷെ അത് ഇത്രയും പ്രശ്നമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്ന് ഷാജിദ പല ഇൻ്റർവ്യൂവിലും കാര്യങ്ങളും പറയുന്നുണ്ട്. ശരിയാണ്, അവരുടെ അവസ്ഥ കൊണ്ട് അവർ ചെയ്തു പോയതായിരിക്കാം. അത് നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഷാജിദ നിലവിൽ ഷെറഫലിയെ പറ്റി ഇട്ട വീഡിയോയിലും അവർ മോശമായിട്ടുള്ള ഒരു രീതിയിലല്ല അവർ വീഡിയോ ഇട്ടിരിക്കുന്നത്. കറക്റ്റ് അവർ തമ്മിൽ ഒരു ഫുഡ് കഴിക്കാൻ പോയൊരു ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇന്ന് എത്ര പേര് റീൽസും കാര്യങ്ങളും എടുക്കുന്നു, അതുപോലെ ഒരു വീഡിയോ ആണ് ഷാജിദ ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഷെറഫലി മൈ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ എന്നെ ഒരു ആപത്ത് വന്ന ടൈമിൽ എന്നെ സഹായിച്ചൊരു വ്യക്തി എന്നാണ് ഷാജിദ അതിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ കുറേ പേര് അതെടുത്തിട്ട് എന്താ പറയുന്നത്, ഷെറഫലി നാട്ടിൽ വന്നു, വീണ്ടും കറക്കം തുടങ്ങി, അല്ലെ ഷാജിദ പിന്നെ ഷെറഫലിയുടെ പുറകിൽ പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെയും എന്തുവാ ഈ കുറ്റം തന്നെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഒരാൾക്കൊരു തെറ്റ് പറ്റി വീണ്ടും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഷാജിയെ പറ്റി പറയുമെങ്കിൽ ഒരിക്കലും ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങളും അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ വീണ്ടും അവർക്കൊരു ഒരു വള്ളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു വീഡിയോ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വീണ്ടും വരത്തില്ലായിരുന്നു. പിന്നെ അവരൊരു വ്ളോഗർ എന്നൊരു നിലയ്ക്ക് അവർക്ക് അതുപോലെ തന്നെ 1.5 ലക്ഷം സബ്ബുള്ളൊരു ചാനലും കൂടിയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ വീഡിയോ ഇടാം. അത് യൂട്യൂബ് പറഞ്ഞിട്ടില്ല ഇന്ന വീഡിയോ ഇടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ മാന്യമായിട്ട് കാണാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളും അവർക്കിടാനുള്ള എല്ലാ പെർമിഷനും അവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്കിട്ട ഒരു വീഡിയോ ആണ് ഷാജി. അപ്പോൾ അതിനെടുത്ത് എല്ലാവരും റിയാക്റ്റ് ചെയ്യുമ്പോൾ ഓർക്കണം, ഇപ്പോൾ ഒരാളൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വ്യക്തിയെ ട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വിമർശിക്കാനും നോക്കുമ്പോൾ അവരുടെയും കൂടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഷാജിദ ഇനി ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ലേ? ഇപ്പം എന്ത് വീഡിയോ ഇട്ടാലും അതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഫുള്ള് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇനി ഷാജിദയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ലേ? ഇടുന്നതിന് ഫുള്ള് നെഗറ്റീവ് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൊള്ളാവുന്ന വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്കും വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ആ 5 മക്കളെ വളർത്താൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്ന വീഡിയോസ് അല്ലേ അവർ ഇട്ടിരിക്കുന്നത്. അതിലൊരു മോശമായിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും അവർ ഇട്ടിട്ടില്ല. അവരൊരു കുക്കിംഗ് വീഡിയോ ഇട്ടതിന് പോലും വിമർശിക്കാനാണ് ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, എല്ലാത്തിനും ഇങ്ങനെ വിമർശിക്കാൻ നിൽക്കാതെ അവർ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 5 മക്കളെ അവർക്ക് വളർത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പം അവർ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പം നമ്മൾ വിമർശിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവരൊരു സ്ത്രീയാണ്, അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളെയും കൊണ്ട് ആർക്കും ആ മക്കളെ സഹായിക്കാനോ ഒരുപാട് പേര് ചിലപ്പോൾ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. കാരണം നമ്മൾ അവരെ തളർത്തി
തളർത്താതെ അവർക്ക് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് ആ മക്കളെ പൊന്നുപോലെ അവർ വളർത്തട്ടെ. അവരൊരു മോശമായിട്ടൊരു കാര്യം അവരെ ആ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അവരത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, എന്നെ ഒരു ആപത്ത് വന്ന ടൈമിൽ എന്നെ സഹായിച്ച വ്യക്തി എന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ക്യാപ്ഷനോ കാര്യങ്ങളോ അവർ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് പറയാം ഷാജിദ അടുത്ത പ്രശ്നം കൊണ്ട് വന്നു എന്ന് നമുക്ക് പറയാം. ഇതിൽ അവരൊരു ഫ്രണ്ട് എന്ന നിലയ്ക്കാണ് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് തെറ്റായിട്ട് കാണാതെ അവർ സപ്പോർട്ട് ചെയ്യുക. അവർ നന്നായിട്ട് യൂട്യൂബൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അവർ നന്നായിട്ട് ജീവിക്കട്ടെ. അപ്പം നമ്മൾ അവരെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്താതെ നല്ല കാര്യത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീഡിയോ ഇടയിൽ പോയി ഫുള്ള് നെഗറ്റീവ് കമൻറ്റ് ഇടാതെ അവർ നല്ല കാര്യം ചെയ്യുന്നതിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യത്തിനും അവരെ ഇങ്ങനെ തളർത്താതെ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നുന്നുണ്ട്. കാരണം അവർ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്.